ഹായ് ബ്രോ. ഹായ് ബ്രോ. ഒന്ന് വരാമോ? വണ്ടി കയറണം പ്ലീസ്. വണ്ടി എടുത്തു ചേട്ടാ. ഞാൻ വേറൊരു ദിവസം എല്ലാവരും അവിടെ പാർക്കിംഗ് പ്ലീസ്. നിങ്ങളൊന്നും അവിടെ പാർക്കിംഗിൽ തന്നെ വിഷമമൊന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് 100 ദിവസം നിന്ന് കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എവിക്റ്റ് ആയതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ എല്ലാം പ്രേക്ഷക വിധിപ്രകാരമല്ലേ, അപ്പോൾ നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇല്ല, റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്തായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോൾ കാണാം. താങ്ക് യു സോ മച്ച്. റീഎൻട്രി ഒന്നും പ്രതീക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നില്ല. അവർ കയറ്റുന്നു. പ്രേക്ഷകരോട് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സ്നേഹിച്ചതിനും കൂടെ നിന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അജി സൈഡിൽ പോകണം. ഈ സൈഡിൽ തന്നെ അച്ഛൻ കയറും. അജി ഇവിടെ നിന്നോ? ഇപ്പൊ പറഞ്ഞു അജി പിടിച്ചോ. ചേട്ടാ, എല്ലാവരും വന്നതിൽ നല്ല സന്തോഷമുണ്ട്, കാണാൻ പറ്റിയതിലും. നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പോയി കഷ്ടപ്പെട്ടതും. നിങ്ങളുടെ ഈ ഒരു ജനപിന്തുണയും സ്നേഹവും എല്ലാത്തിനും വേണ്ടി തന്നെയാണ്. നിങ്ങൾ വന്നതിലും വെയിറ്റ് ചെയ്തതിലും ഇത് എടുക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സ്വപ്നം കണ്ടത് തന്നെയാണ് നിങ്ങൾ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. ഇന്നലെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കിൽ ഓട്ടത്തിലും പരിപാടികളിലായിരുന്നു. അതിന്റെ കുറെ പരിപാടികളുണ്ടായിരുന്നു. ഒറ്റ വാക്ക്, അത് പ്രണയമായിരുന്നു. അതിനെ കുറിച്ച് ഇപ്പോൾ പ്രണയമായിരുന്നോ അല്ലെന്ന് പറയാൻ എന്താ ബ്രോ ടൈം എടുക്കണം? അതിന്റെ പറയാറായിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. സോറി.